എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ, ഞങ്ങളുടെ ചാപ്പലിൽ വസിക്കേണ്ട ഈശോയെ വഹിച്ചുകൊണ്ട് ബൊറേക്കിൽ നിന്നുള്ള പ്രദക്ഷിണം ഞങ്ങളുടെ മഠത്തിലെത്തിയപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞാൻ ഈ സ്വരം കേട്ടു. ഇവിടെയാണ് എൻ്റെ വിശ്രമം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയത്ത് ഇതേ സ്ഥലത്ത് തന്നെ ഉടനെ തന്നെ ശാന്തഗംഭീരമായ ഒരാഘോഷം നടക്കുമെന്ന് ഈശോ എന്നെ അറിയിച്ചു. നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നതിൽ ഞാൻ സംപ്രീതനാണ്. നിനക്ക് കൃപ നൽകുന്നതിൽ നിന്ന് ഒന്നും എന്നെ തടസ്സപ്പെടുത്തുകയില്ല. ദൈവമഹത്വം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു കവിഞ്ഞു. ഞാൻ ഈശോയിൽ ആഴ്ന്നുപോയി. അവിടുന്നിൽ എൻ്റെ സത്ത നഷ്ടപ്പെട്ടു. ഞാൻ അവിടുന്നിൽ അലിഞ്ഞില്ലാതായി. മെയ് 30. ഇന്ന് ദൈവത്തിനായുള്ള അഭിവാജ്ഞയിൽ ഞാൻ മരിക്കുകയാണ്. ഈ അഭിലാഷം എൻ്റെ ആത്മാവിനെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്നു. വിപ്രവാസത്തിലായിരിക്കുന്ന അനുഭവമാണ് എനിക്ക്. ഓ ഈശോയെ, എപ്പോഴാണ് ഞാൻ കാത്തിരിക്കുന്ന സമയം സമാഗതമാകുന്നത്? മെയ് 31. ഓ ജീവൻ്റെ അപ്പമേ, അങ്ങിലല്ലാതെ എൻ്റെ പീഡിതമായ ആത്മാവിന് വേറെ ഒരിടത്തും ആശ്രയമില്ല. അങ്ങയുടെ കരുണാദ്ര ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു. നാഥ, അങ്ങയുടെ വചനത്തിനായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഓ സന്യാസത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാത്ത ഒരു സന്യസ്തിയെ കാണുമ്പോൾ എൻ്റെ ഹൃദയം എത്ര വേദനിക്കുന്നു. ദൈവമഹത്വത്തിനായി യത്നിക്കാൻ എന്ന വ്യാജേന, എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം മഹത്വത്തെ കാക്ഷിക്കുന്ന അഹങ്കാരവും സ്വാർത്ഥ സ്നേഹവും കൊണ്ട് നിറഞ്ഞ അവർക്ക് എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കും? ഇപ്രകാരമുള്ള കാര്യം കാണുമ്പോൾ എൻ്റെ ഹൃദയം വളരെ വേദനിക്കുന്നു. ഇപ്രകാരമുള്ള ആത്മാവിന് എപ്രകാരം ദൈവവുമായി ഗാഢബന്ധം പുലർത്താൻ സാധിക്കും? ഇവിടെ കർത്താവുമായുള്ള ഐക്യം ആലോചിക്കുകയേ വേണ്ട. ജൂൺ 1, 1937. ഇന്ന് വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണമായിരുന്നു. ആദ്യത്തെ അൾത്താരയിലെ തിരുവോസ്തിയിൽ നിന്ന് ഒരു അഗ്നിജ്വാല പുറപ്പെട്ട് എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഞാൻ ഈ സ്വരം കേട്ടു. ഇവിടെയാണ് എൻ്റെ വിശ്രമസ്ഥലം. എൻ്റെ ഹൃദയം കത്തിജ്വലിച്ചു. അവിടുത്തോട് ഞാൻ പൂർണ്ണമായി സായുജ്യം പ്രാപിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. സായാഹ്നത്തിൽ ഭൗമിക വസ്തുക്കളെല്ലാം എത്ര ക്ഷണികമാണെന്ന് അവിടുന്ന് എന്നെ മനസ്സിലാക്കി തന്നു. ശ്രേഷ്ഠമായി തോന്നുന്നവയെല്ലാം എപ്രകാരം പുക പോലെ മാഞ്ഞു പോകുമെന്നും അത് ആത്മാവിന് സ്വാതന്ത്ര്യമല്ല നാശമാണ് നൽകുന്നതെന്നും ഞാൻ മനസ്സിലാക്കി. ഭൂമിയിൽ ഒരു കാൽ മാത്രം തൊട്ട് ജീവിക്കുന്ന ആത്മാവ് എത്ര സന്തോഷവാനാണ്. അങ്ങയോട് ഐക്യപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ വിശ്രമം. മറ്റെല്ലാം എന്നെ ക്ഷീണിതയാക്കുന്നു. ഓ ഈ പ്രവാസം ഞാൻ എത്രമാത്രം അനുഭവിക്കുന്നു. ആരും എൻ്റെ ആന്തരിക ജീവിതത്തെ മനസ്സിലാക്കുന്നില്ല. അങ്ങ് മാത്രം എന്നെ അറിയുന്നു. എൻ്റെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുകയും എന്നാൽ നിത്യമായി ജീവിക്കുകയും ചെയ്യുന്ന അങ്ങ് മാത്രം. ജൂൺ 4. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചും നമുക്ക് വേണ്ടി അവിടുത്തെ ഹൃദയത്തിൽ എരിയുന്ന സ്നേഹാഗ്നിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവിടുത്തെ കരുണാസാഗരത്തെക്കുറിച്ചുമുള്ള അറിവ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ ഈ സ്വരം ശ്രവിച്ചു. എൻ്റെ കരുണയുടെ അപ്പസ്തോലയെ, എൻ്റെ ആഴമളക്കാനാവാത്ത കരുണയെക്കുറിച്ച് ലോകം മുഴുവനോടും ഉദ്ഘോഷിക്കുക. എൻ്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതികൂലങ്ങളിൽ നീ ഭഗ്നാശയാകരുത്. ഇതെൻ്റെ പ്രവൃത്തിയാണെന്നുള്ള സാക്ഷ്യത്തിനും നിന്റെ വിശുദ്ധീകരണത്തിനും നിന്നെ വേദനിപ്പിക്കുന്ന ഈ പ്രതികൂലങ്ങൾ അനിവാര്യമാണ്. എൻ്റെ മകളെ, എൻ്റെ കരുണയെപ്പറ്റി ഞാൻ നിന്നോട് പറയുന്ന ഓരോ വാചകവും എഴുതുന്നതിൽ നീ സ്ഥിരോത്സാഹമുള്ളവളായിരിക്കുക. എന്തെന്നാൽ വളരെയധികം ആത്മാക്കൾക്ക് പ്രയോജനം ലഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണിത്. ആരാധനാ സമയത്ത് ഈ ദൗത്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഴമായ അറിവ് കർത്താവ് എനിക്ക് നൽകി. ഇന്ന് ഞങ്ങളുടെ മഠത്തിൽ ചെയ്തിട്ടുള്ള അവിടുത്തെ ദിവ്യഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ കർത്താവിനോട് മാപ്പപേക്ഷിച്ചു. ജൂൺ 6, മാസത്തിലെ ആദ്യ ഞായർ. ഇന്ന് ഞാൻ എൻ്റെ മാസ ധ്യാനം നടത്തി. രാവിലെയുള്ള ധ്യാനത്തിൽ ലഭിച്ച ഒരു വെളിച്ചം, ഈശോയെ, അങ്ങെന്നോട് എന്തു ചെയ്താലും ഞാൻ അങ്ങയെ എപ്പോഴും സ്നേഹിക്കും. എന്തെന്നാൽ ഞാൻ അങ്ങയുടേതാണ്. അങ്ങനെ ഇവിടെ നിർത്തിയാലും മറ്റെവിടെയെങ്കിലും സ്ഥാപിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ എപ്പോഴും അങ്ങയുടേതാണ്. അങ്ങയുടെ വിവേകപൂർണമായ കൽപ്പനകൾക്ക് സ്നേഹത്തോടെയാണ് ഞാൻ എന്നെ വിട്ടുതരുന്നത്. ഓ ദൈവമേ, ഓ കർത്താവേ, അവിടുത്തെ ഹിതമാണ് എൻ്റെ അനുദിന ഭക്ഷണം. എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തുടിപ്പുകളെ മനസ്സിലാക്കുന്ന അങ്ങ് അത് അങ്ങേക്കായി മാത്രം തുടിക്കുന്നുവെന്നറിയുന്നല്ലോ. അങ്ങേക്ക് വേണ്ടിയുള്ള എൻ്റെ ദാഹത്തെ മറ്റൊന്നിനും ശമിപ്പിക്കാൻ സാധ്യമല്ല. ഈശോയെ, അവിടുത്തേക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു. എപ്പോഴാണ് അങ്ങയുടെ വാസസ്ഥലത്തേക്ക് എന്നെ സ്വീകരിക്കുക?
ഏറ്റവും വലിയ പാപികൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കട്ടെ. മറ്റാരേക്കാളും അവർക്കാണ് എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം. എൻ്റെ മകളെ, പീഡിപ്പിക്കപ്പെടുന്ന ആത്മാക്കളോടുള്ള എൻ്റെ കരുണയെപ്പറ്റി എഴുതുക. എൻ്റെ കരുണ യാചിക്കുന്ന ആത്മാക്കൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. അവർ അപേക്ഷിക്കുന്നതിലും അധികം കൃപകൾ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യുന്നു. എൻ്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെപ്പോലും എനിക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, എൻ്റെ അത്യഗാധവും അഗ്രാഹ്യവുമായ കരുണയാൽ ഞാൻ അതിനെ നീതീകരിക്കും. എഴുതുക. നീതിയുള്ള ന്യായാധിപനായി വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും.